Hello dears, welcome to the class. Give color to the പൂക്കളം. ഈ കാണുന്ന പൂക്കളത്തിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഭംഗിയുള്ള കളർ കൊടുത്ത് പൂക്കളം മനോഹരമാക്കണം. ഓക്കെ. Show the baby frog the way to reach its mother. Find the sum of numbers in the boxes. Using this, the path can be found by coloring the leaves green. തവളക്കുഞ്ഞിനെ അമ്മയുടെ അരികിലെത്താൻ വഴി കാണിക്കൂ. ചുവടെ കൊടുത്തവയുടെ ഉത്തരം കണ്ടുപിടിച്ച് ഇലകൾക്ക് പച്ച നിറം കൊടുത്താൽ വഴി കണ്ടെത്താം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്പേഴ്സ്. നമുക്ക് ചെയ്തു തുടങ്ങാം. 2 + 1 എത്രയാണ് ആൻസർ? 3. 3 + 2 5. 4 + 2 4ഉം 2ഉം കൂട്ടുമ്പോൾ 6. 4 + 3 7. പിന്നെ 6 + 2 എത്രയാണ്? 8. 8ആണ് ഉത്തരം കിട്ടുന്നത്. 3 + 1 4. 1 + 1 2. 5 + 4 9. 9ആണ് ആൻസർ കിട്ടുന്നത്. കണ്ടില്ലേ? ഇവിടെ നമുക്ക് കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് കിട്ടിയ ആൻസേഴ്സ് മാത്രം ഒന്ന് കളർ ചെയ്ത് നോക്കാം. കണ്ടില്ലേ? ഇതുപോലെ എല്ലാ ലീവ്സിനും ഗ്രീൻ കളർ കൊടുക്കണം. അപ്പോൾ തവളക്കുഞ്ഞിന് അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്താം. ലെറ്റ്സ് മേക്ക് ആൻ അബാക്കസ്. അൻവിത ഈസ് ഡ്രോയിങ് ബീഡ്സ് ഇൻ അബാക്കസ് ഇൻ ഡിഫറെൻറ്റ് വേസ് ടു മേക്ക് ഈച്ച് 110. യു ക്യാൻ ഓൾസോ ഡ്രോ ദെൻ റൈറ്റ് ദ നമ്പർ. അബാക്കസ് ഉണ്ടാക്കുകയാണ് അൻവിത. എങ്ങനെയൊക്കെയാണ്? മുത്തുകളൊക്കെ വരച്ച് ചേർത്തിട്ടാണ് ഓരോ കമ്പിയിലും 10 മുത്തുകൾ വീതം വ്യത്യസ്ത രീതിയിലാണ് വരച്ചത്. നിങ്ങളും വരച്ചു നോക്കൂ, എണ്ണം എഴുതൂ. ഓരോ കമ്പിയിലും എത്രയാണ് വേണ്ടത്? 10 എണ്ണം, 10 ആണ് വേണ്ടത്. അപ്പോൾ പല രീതിയിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടില്ലേ? 1 + 9 അപ്പോൾ 10 കിട്ടി. പിന്നെ 2 + 8 അപ്പോഴും 10 കിട്ടും അല്ലേ? ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് വരയ്ക്കാം? 3 + 7 = 10 കിട്ടും. 4 + 6 = 10 കിട്ടും. 5 + 5 = 10 കിട്ടും. 6 + 4 7 + 3 8 + 2 9 + 1 അപ്പോഴൊക്കെ നമുക്ക് 10 ആണ് ആൻസർ കിട്ടുന്നത്. പിന്നെ 0 + 10 = 10 തന്നെ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് മാച്ച് ദ നമ്പേഴ്സ്. ആദ്യത്തെ കോളത്തിൽ എത്രയാണ് തന്നിരിക്കുന്നത്? 7 + 1 ആണ്. 7 + 1 എന്ന് പറഞ്ഞാൽ 7 + 1 8. അപ്പോൾ 8 വരുന്നത് ഏതാണ്? 5 + 3 = 5 6 7 8 അതും 8 ആണ് അല്ലേ? നെക്സ്റ്റ് 6 + 3. 6 + 3 എന്ന് പറയുമ്പോൾ 6 കഴിഞ്ഞാൽ 7 8 9 ആൻസർ കിട്ടും. അപ്പോൾ അടുത്ത കോളത്തിൽ ഏതാണ് അതിന് മാച്ച് ആയിട്ടുള്ളത്? 1 + 8 9. നെക്സ്റ്റ് 4 + 6 ആണ്. 4 + 6 എത്രയാണ്? 5 6 7 8 9 10 10ആണ് കിട്ടിയത്. 4 + 6 അപ്പോൾ അതുപോലെ 10 കിട്ടുന്നത് ഏതാണ്? 7 + 3 7 8 9 10 3 കൂടെ കൂട്ടുമ്പോൾ 10 കിട്ടും. അടുത്തത് 5 + 1 ആണ്. 5 + 1 എത്രയാണ്? 6 ആണ്. അതിന് മാച്ച് ആയിട്ടുള്ളത് 1 + 5 അതും 6 ആണ്. ഇനി ലാസ്റ്റ് 3 + 2 = 5. അതിന് മാച്ച് ഏതാണ്? 1 + 4 = 5. പ്രെറ്റി പാരറ്റ്സ്. കുറേ തത്തകൾ ഇരിക്കുന്നുണ്ട് അല്ലേ? ഹൗ മെനി പാരറ്റ്സ്? എത്ര പാരറ്റ്സ് തത്തകളാണ് അവിടെ ഇരിക്കുന്നത്? ഹൗ മെനി പാരറ്റ്സ് ആർ ഈറ്റിംഗ് ഗുവ? എത്ര പാരറ്റ്സ് ആണ് പേരയ്ക്ക തിന്നുന്നത്? അപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. എത്ര പാരറ്റ്സ് ആണ് മൊത്തം? ഹൗ മെനി പാരറ്റ്സ്? എത്ര പാരറ്റ്സ് ആണ് അവിടെ ഇരിക്കുന്നത്? 10 10 പാരറ്റ്സ് ആണ് ഉള്ളത്. അതിൽ ഗുവ പേരയ്ക്ക തിന്നുന്നത് എത്ര പേരാണ്? 6 6 പേരാണ് തിന്നുന്നത്. 3 more parrots joined in the group. 3 തത്തകൾ കൂടി അങ്ങോട്ട് വന്നു എന്നാണ് പറയുന്നത്. അത് ഹൗ മെനി പാരറ്റ്സ് നൗ? To make 20 parrots, how many more parrots should come? ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? 10 പാരറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിലേക്ക് 3 തത്തകൾ കൂടി പറന്നു വന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എത്ര തത്തകളാണ് ഇപ്പോഴുള്ളത്?
10 പ്ലസ് 3. 10നോട് 3 കൂട്ടിയാൽ എത്രയാണ് അഡീഷൻ ചെയ്താൽ കിട്ടുന്നത്? 10, 11, 12, 13. 13 തത്തകളാണ് ഇപ്പോഴുള്ളത്. ഇനി പറഞ്ഞിരിക്കുന്നത് 20 തത്തകളാകാൻ ഇനി എത്ര തത്തകൾ കൂടി വേണം? ഇപ്പോൾ 13ആണുള്ളത്. 20 എണ്ണം ആവാൻ ഇനി എത്ര വേണം? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 14, 15, 16, 17, 18, 19, 20. എത്ര തത്തകൾ വേണം? 7 തത്തകൾ കൂടി ഇനി വേണം. കണ്ടില്ലേ? 7 തത്തകൾ കൂടി വന്നപ്പോൾ ഇപ്പോൾ എത്ര തത്തയായി? യെസ്, 20 പാരറ്റ്സ് ആണ് ഇപ്പോൾ ബ്രാഞ്ചസിൽ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ബോക്സസ് ടു മേക്ക് ഈച്ച് 10. ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 2 ബോക്സും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ, കൂട്ടുമ്പോൾ നമുക്ക് 10 കിട്ടണം. അപ്പോൾ ആദ്യത്തേത് 6ഉം 4ഉം ആണ്. അപ്പോൾ അടുത്തത് ഏതായിരിക്കും? 7 ആണ് തന്നിരിക്കുന്നത്. ഇനി എത്ര വേണം? യെസ്, 3. 7, 3. പിന്നെ തന്നിരിക്കുന്നത് 2 ആണ്. 2വിനോട് എത്ര കൂട്ടിയാലാണ് നമുക്ക് 10 കിട്ടുക? 8. 2, 8. നെക്സ്റ്റ്, 5 പ്ലസ് 5 ഈക്വൽ ടു 10. പിന്നെ തന്നിരിക്കുന്നത് 8 ആണ് അല്ലേ? 8ൻ്റെ കൂടെ 2 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 10 കിട്ടും. അതുകൂടാതെ 9 പ്ലസ് 1, 10 എന്ന ആൻസർ കിട്ടും. പിന്നെ ലാസ്റ്റ് തന്നിരിക്കുന്നത് 3 ആണ്. 3 പ്ലസ് 7, അപ്പോൾ നമുക്ക് 10 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഡോമിനോസ് ഗെയിം. ലുക്ക് അറ്റ് ദ ഡോമിനോസ്. സീ ദ പോയിൻറ്റ്സ് 4 ഫ്രണ്ട്സ് ഗോട്ട്. ഫൈൻഡ് ദെയർ ടോട്ടൽ പോയിൻറ്റ്സ്. ഹൂ ഗോട്ട് മോർ പോയിൻറ്റ്സ്. ഡോമിനോസ് ആണ് തന്നിരിക്കുന്നത്. 4 ഫ്രണ്ട്സ് ആരൊക്കെയാണ്? സിയ, ജിയ, ആദി, മേഘ. ഇവർക്ക് കിട്ടിയ പോയിൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഡോമിനോസിൽ നോക്കി നമ്മൾ കണ്ടുപിടിക്കണം. സിയയുടേത് നോക്കൂ. റെഡ് കളറിലുള്ള ഡോമിനോസിൽ എത്ര ഡോട്ട് ഉണ്ട്? 5 ഡോട്ടാണ് ഉള്ളത് അല്ലേ? ബ്ലൂ കളറിലുള്ളതോ 4. അപ്പോൾ 5 പ്ലസ് 4 ഈക്വൽ ടു 9. അപ്പോൾ ഇനി ജിയ, ആദി, മേഘ ഇവരുടേതും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ജിയയുടേത് നോക്കാം. ആദ്യത്തേത് എത്രയാണ്? 6 ആണ്. രണ്ടാമത്തേത് 9. അപ്പോൾ 6 പ്ലസ് 9 15 എന്ന് കിട്ടി. ആദിയുടേത് 7 ആണ്. എണ്ണി നോക്കണം നിങ്ങൾ. പിന്നെ 8. അപ്പോൾ 7 പ്ലസ് 8, 7ഉം 8ഉം കൂട്ടുമ്പോൾ എത്രയാണ്? 15, 15 ആണ് കിട്ടുന്നത്. ഇനി മേഘയ്ക്ക് 7 പ്ലസ് 9 ആണ് അല്ലേ? അപ്പോൾ എത്ര കിട്ടി? 16 ആണ് മേഘയ്ക്ക് കിട്ടിയത്. അപ്പോൾ 4 പേർക്കും കിട്ടിയത് 9, 15, 15, 16. 9, 15, 15, 16 ഇതൊക്കെയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഐ ഗോട്ട്, എനിക്ക് കിട്ടിയത്. മൈ ഫ്രണ്ട് ഗോട്ട്, എൻ്റെ കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് കിട്ടിയത്. റൈറ്റ് ദെയർ പോയിൻറ്റ്സ് ഇൻ ഓർഡർ. ഇനി എല്ലാവരുടെയും പോയിൻറ്റ്സ് ഓർഡറിൽ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എനിക്ക് കിട്ടിയ പോയിൻറ്റ്സ് എത്രയാണെന്ന് നോക്കാം. 5 പ്ലസ് 6 എനിക്ക് കിട്ടിയത് 5 പ്ലസ് 6 11, 11 ആണ്. എൻ്റെ ഫ്രണ്ടിന് കിട്ടിയതോ 3 പ്ലസ് 4 ഈക്വൽ ടു 7 ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദെയർ പോയിൻറ്റ്സ് ഇൻ ഓർഡർ. ഓർഡറിൽ അവർക്ക് കിട്ടിയ പോയിൻറ്റ്സ് എഴുതാനാണ്. അപ്പോൾ നമുക്കത് എഴുതാം. 7, 9, 11, 15, 15, 16 അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ നോമിനോസ് ദാറ്റ് ഷോസ് 12 പോയിൻറ്റ്സ്. 12 പോയിൻറ്റ്സ് വരുന്ന ഡോമിനോസ് നമ്മളോട് വരച്ചു ചേർക്കാനാണ്. അപ്പോൾ നമുക്കതൊന്ന് വരച്ചു നോക്കാം. 4 ഡോമിനോസാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഒന്നിതാ 6 പ്ലസ് 6 എത്രയാണ്? 12. 6ഉം 6ഉം 12. ഇനി അടുത്തത് 4 പ്ലസ് 8 എത്രയാണ്? 4ഉം 8ഉം 12. ഇനി 9 പ്ലസ് 3 എത്രയാണ്? 12 തന്നെയാണ് അല്ലേ? ഇനി പറഞ്ഞിരിക്കുന്നത് 10 പ്ലസ് 2 എത്രയാണ്? 10ഉം 2ഉം 12. ഇങ്ങനെ 4 തരത്തിൽ നമ്മൾ 12 വരുന്ന ഡോമിനോസ് വരച്ചു ചേർത്തു. ഹൗ മെനി ബേർഡ്സ്? കുറച്ച് ബേർഡ്സ് ആ ബ്രാഞ്ചിലിരിക്കുന്നുണ്ട് അല്ലേ? അവ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ബേർഡ്സാണ് അവിടെ ഇരിക്കുന്നത്?
കൗണ്ട് ചെയ്ത് നോക്കിയാലോ. 1 2 3 4 5 6 7 8 9 10 11 12 13 13 ബേർഡ്സാണ് ആ കൊമ്പിലിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 of them flew away in search of food. How many birds are left? 4 ബേർഡ്സ് ഫുഡ് തേടി പറന്നുപോയി. 6 birds came. How many are on the branch? Is the number of birds more or less now? How much? എന്താണ് ചോദിച്ചിരിക്കുന്നത്? 4 പറന്നുപോയി, അതിനു പകരമായിട്ട് 6 പക്ഷികൾ ഇപ്പോൾ മരക്കൊമ്പിൽ വന്നിരുന്നു. ഇപ്പോൾ ആകെ എത്ര പക്ഷികളാണ് കൊമ്പിലുള്ളത്? മുൻപുള്ളതിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം എത്ര ബേർഡ്സ് ഉണ്ടായിരുന്നു? 13 ബേർഡ്സ് ഉണ്ടായിരുന്നു. 4 പറന്നുപോയി. നമ്മൾ 13ൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം 4. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 9 ആണ് കിട്ടിയത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 6 ബേർഡ്സ് വീണ്ടും ഇങ്ങോട്ട് പറന്നു വന്ന് കൊമ്പിലിരുന്നു എന്നാണ് അല്ലേ. അപ്പോൾ ആഡ് ചെയ്യണം, കൂടുകയല്ലേ ചെയ്തത്. അപ്പോൾ 9 + 6 എത്രയാണ്? 15. 15 ബേർഡ്സാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം എത്രയായിരുന്നു? 13 ആയിരുന്നു, ഇപ്പോൾ 15. അപ്പോൾ അത് കൂടുതലാണോ കുറവാണോ? മോർ, കൂടുതലാണ് അല്ലേ. ആദ്യം 13 ആയിരുന്നു, ഇപ്പോൾ അത് 15 ആയി. എത്ര കൂടുതലാണ്? 13 കഴിഞ്ഞാൽ 14 15. 2 ബേർഡ്സ് കൂടുതലാണ് ഉള്ളത്. റൈറ്റ് ഇൻ ദ മിഡിൽ ബോക്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഇൻ ഈച്ച് സെറ്റ്. ഓരോ സെറ്റ് നമ്പേഴ്സ് തന്നിരിക്കുന്നു, അതിൻ്റെ ഡിഫറൻസ് നമ്മൾ സെൻറ്ററിലുള്ള ആ ബോക്സിൽ എഴുതണം. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ നമുക്ക് മൈനസ് ചെയ്യാം, സബ്ട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തേത് 9 - 7. 9ൽ നിന്ന് 7 പോയാൽ ബാക്കി വരുന്നത് 2. 9ൽ നിന്ന് 7 കുറച്ചാൽ 2 കിട്ടും. നെക്സ്റ്റ് 3ഉം 5ഉം ആണ്. അപ്പോൾ 5 - 3 എത്രയാണ്? 2 ആണ് ഡിഫറൻസ് വരുന്നത്. നെക്സ്റ്റ് 8 - 5 ഡിഫറൻസ് വരുന്നത് 3 ആണ്. 9 - 4 ഡിഫറൻസ് 5. അടുത്തത് 9 - 2 എത്രയാണ് ഡിഫറൻസ് വരുന്നത്? 7 ആണ് ഡിഫറൻസ് വരുന്നത്. ലാസ്റ്റ് 7 - 6 1 ആണ്. ഫൈൻഡ് ആൻഡ് കളർ ദ ഫിഷ് ഫോർ വിച്ച് സം ഓഫ് ദ നമ്പർ ഓൺ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓൺ ദ ബൗൾ. ഒരു ബൗളിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് ഫിഷിനെയും തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫിഷിൻ്റെ മുകളിലായിട്ട് നമ്പർ എഴുതിയിട്ട് ഉള്ളത് കൗണ്ട് ചെയ്ത് നോക്കി നമുക്ക് ബൗളിലുള്ള നമ്പറുമായി സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫിഷിന് നമ്മൾ കളർ കൊടുക്കണം. അപ്പോൾ നോക്കാം, ബൗളിൽ 7 ആണ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ബൗളിലോ 10 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 7ഉം 10ഉം കിട്ടണമെങ്കിൽ നമുക്ക് എല്ലാ ഫിഷിൻ്റെ മുകളിലുള്ള നമ്പേഴ്സും ഒന്ന് ആഡ് ചെയ്ത് നോക്കണം. അപ്പോൾ അതൊന്ന് നോക്കാം. ആദ്യത്തേത് 6 + 3 ആണ്. ആൻസർ എത്രയാണ്? 9 ആണ് കിട്ടിയത്. രണ്ടാമത്തേത് 5 + 2 7 കിട്ടി. മൂന്നാമത്തേത് 4 + 4 8 കിട്ടി. അപ്പോൾ നമ്മുടെ ബൗളിലുള്ള നമ്പർ എത്രയാണ്? 7 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കളർ കൊടുക്കേണ്ടത് രണ്ടാമത്തെ ഫിഷിനാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഫിഷിന് കളർ കൊടുക്കണം. ഓക്കെ, ഇതുപോലെ കളർ കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്പർ 10 ആണ്. 6 + 4 10, 8 + 3 11, 6 + 2 8. 3 ഫിഷാണ് അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഏതാണ് ബൗളിലെ നമ്പർ വരുന്നത്? 10 ആണ്. അപ്പോൾ ആദ്യത്തെ ഫിഷിനാണ് നമ്മൾ കളർ കൊടുക്കേണ്ടത്, കാരണം അതിൻ്റെ ആൻസറാണ് 10 ആയി വരുന്നത്. ഇനി അടുത്തത് നോക്കാം. എത്രയാണ്? 10 - 4 5 + 2 7 - 2 ആണ് തന്നിരിക്കുന്നത്. ബൗളിൽ 6 ആണ്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 10 - 4 6 ആണ്. 5 + 2 7, 7 - 2 5. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? 10 - 4 ആണ്. 10ൽ നിന്ന് 4 കുറച്ചാലാണ് നമുക്ക് 6 കിട്ടുക അല്ലേ. അപ്പോൾ ആദ്യത്തെ ഫിഷിൻ്റെ മുകളിലാണ് നമ്മൾ കളർ കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതുപോലെ തന്നെ കൊടുക്കണം.
ഇനി ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. അവിടെ കൊടുത്തിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5 + 4 ഉണ്ട്. അതിൻ്റെ ആൻസർ 9 ആണ്. 10 - 2 = എത്രയാണ് കിട്ടിയത്? 8 ആണ് അല്ലേ? 6 + 5 11 ആണ്. അപ്പോൾ നമ്മൾ ഏത് ഫിഷിനാണ് കളർ കൊടുക്കേണ്ടത്? ആദ്യത്തെ ഫിഷിനാണ് അല്ലേ? 5 + 4 = 9. 9 കിട്ടുന്നത് ആദ്യത്തെ മീനിൻ്റെ മുകളിലുള്ള നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ കണ്ടുപിടിച്ച് എഴുതി കളർ കൊടുക്കണം. വർക്ക്ഷീറ്റ് 42 മോർ. കളർ ദ സ്റ്റാർസ് ബ്ലൂ ആൻഡ് റോസ്. നക്ഷത്രങ്ങൾക്ക് നീലയും റോസും കളർ കൊടുക്കണം. ദർ ഷുഡ് ബി 2 റോസ് സ്റ്റാർസ് മോർ ദാൻ ബ്ലൂ സ്റ്റാർസ്. അങ്ങനെ കളർ കൊടുത്ത് വരുമ്പോൾ റോസ് സ്റ്റാർസിനേക്കാൾ 2 എണ്ണം കൂടുതലായിരിക്കണം ബ്ലൂ. അപ്പോൾ നമുക്ക് കളർ കൊടുത്ത് നോക്കാം. കളർ കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ബ്ലൂ 7, റോസ് 9. ബ്ലൂവിനേക്കാൾ 2 എണ്ണം കൂടുതലാണ് റോസ്. ഹൗ മെനി സ്റ്റാർസ് ഇൻ ടോട്ടൽ? മൊത്തം എത്ര നക്ഷത്രങ്ങളാണുള്ളത്? 16, 16. ഹൗ മെനി സ്റ്റാർസ് ആർ റോസ് കളേർഡ്? റോസ് എത്രയാണ് കളർ കൊടുത്തത്? 9. ഹൗ മെനി ആർ ബ്ലൂ? നീല 7. ഇനി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 7 + 9 = 16. ഹാൻസം പീകോക്സ്. നീരവ് ആൻഡ് നിയ സോ പീകോക്സ് ഇൻ ദ സൂ. നീരവും നീയയും സൂവിൽ കയറിയപ്പോൾ ആരെ കണ്ടു? പീകോക്സ്, മയിലിനെ കണ്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മയിലിനെ? എങ്ങനെയാണ് മയിലുള്ളത്? നല്ല ഭംഗിയുള്ള ഫെതേഴ്സൊക്കെ ഉള്ളതാണ് മയിൽ അല്ലേ? പുട്ട് എ ടിക്ക് മാർക്ക് എബവ് ദ ബിഗ്ഗർ ഗ്രൂപ്പ്. വലിയ ഗ്രൂപ്പ്, മയിലിൻ്റെ 2 ഗ്രൂപ്പാണുള്ളത്. അതിൽ വലിയ ഗ്രൂപ്പിന് ടിക്ക് മാർക്ക് ഇടണം. ഏതാണ്? ആദ്യത്തെ ഗ്രൂപ്പാണ് വലിയ ഗ്രൂപ്പ് അല്ലേ? നീരവ് കൗണ്ടഡ് ദ പീകോക്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. നീരവ് കൗണ്ട് ചെയ്യാൻ തുടങ്ങി. ബിഗ്ഗർ ഗ്രൂപ്പ്, സ്മോളർ ഗ്രൂപ്പ്. ഹൗ മെനി ഇൻ ഓൾ? വലിയ ഗ്രൂപ്പിൽ എത്ര? ചെറിയ ഗ്രൂപ്പിൽ എത്ര? രണ്ടും കൂടി എത്ര? ഹൗ മെനി ഇൻ ഓൾ? എത്രയാണ് വലിയ ഗ്രൂപ്പിലുള്ളത്? 8. സ്മോളർ ഗ്രൂപ്പിലോ? 4. അപ്പോൾ ഹൗ മെനി ഇൻ ഓൾ രണ്ടും കൂടി എത്രയാണ്? 8 + 4 എത്രയാണ് കിട്ടുന്നത്? 12. 12 പീകോക്സ് ആണ് അവിടെ ഉള്ളത്. മെനി മോർ ഇൻ ദ ബിഗ്ഗർ ഗ്രൂപ്പ് ദാൻ ഇൻ ദ സ്മോളർ വൺ. എത്ര കൂടുതലാണ് വലിയ ഗ്രൂപ്പ് ചെറിയ ഗ്രൂപ്പിനേക്കാൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. വലിയ കൂട്ടത്തിൽ 8 പേരും ചെറിയ കൂട്ടത്തിൽ 4 പേരുമാണ്. അങ്ങനെ മൊത്തം എത്രയാണ്? 12 മൈലുകളാണ് ഉണ്ടായിരുന്നത്. ചെറിയ കൂട്ടത്തേക്കാൾ എത്ര കൂടുതലാണ് വലിയ കൂട്ടത്തിൽ? വലിയ കൂട്ടത്തിൽ 8 ആണ്, ചെറിയതിൽ 4. 8 കുറയ്ക്കണം 4. 4 എണ്ണമാണ് കൂടുതലുള്ളത്. ലെറ്റ്സ് റൈറ്റ് ദ നമ്പേഴ്സ്. നമ്പേഴ്സ് എഴുതാം. ആദ്യത്തേത് ആഡ് 3 to 5. 5നോട് 3 കൂട്ടുക. നെക്സ്റ്റ് ആഡ് 2 to 3. 3നോട് 2 കൂട്ടുക. സബ്ട്രാക്ട് 2 from 7. 7ൽ നിന്ന് 2 കുറയ്ക്കുക. സബ്ട്രാക്ട് 3 from 6. 6ൽ നിന്ന് 3 കുറയ്ക്കുക. ആദ്യത്തേത് നോക്കാം. 5 + 3 = 8. ആഡ് 2 + 3 = 5. നെക്സ്റ്റ് സബ്ട്രാക്ട് 2 from 7. 7ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 5. ലാസ്റ്റ് സബ്ട്രാക്ട് 3 from 6. 6ൽ നിന്ന് 3 കുറച്ചാൽ ആൻസർ 3. ഹൗ മെനി റാബിറ്റ്സ്? സം റാബിറ്റ്സ് ഹിഡ് ഇൻ ദെയർ ബറോസ് ആസ് ദേ സോ നീരവ്. എത്ര മുയലുകളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9. 9 മുയലുകളാണുള്ളത് അല്ലേ? അതിൽ കുറച്ച് മുയലുകൾ എന്തു ചെയ്തു? നീരവിനെ കണ്ടപ്പോൾ അവരുടെ മാളത്തിലേക്ക് ഓടി ഒളിച്ചു. നീരവ് ചെല്ലുന്ന നേരത്ത് എത്ര റാബിറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്? 9. 9 റാബിറ്റ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്രയാണുള്ളത്? നമുക്കതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. എത്രയാണ്? 1 2 3 4 5 6. 6 റാബിറ്റ്സ് ആണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ആദ്യം എത്രയായിരുന്നു? 9 ആയിരുന്നു അല്ലേ? ഹൗ മെനി റാബിറ്റ്സ് ആർ ദർ നൗ? ഇപ്പോൾ എത്രയാണുള്ളത്? 6 ആണ് ഉള്ളത്. ആദ്യം ഉണ്ടായിരുന്നത് 9 ആണ്. നമ്പർ ഓഫ് റാബിറ്റ്സ് ഹൈഡിങ് ഇൻ ദ ബറോ. എത്ര റാബിറ്റ്സ് ആയിരിക്കും മാളത്തിൽ ഒളിച്ചിട്ടുണ്ടാവുക? എത്രയാണ്?
9 മൈനസ് 6 ഈക്വൽ ടു 3. 9 ഉണ്ടായിരുന്നു, ഇപ്പോൾ 6 എണ്ണമാണ് ഉള്ളത്. എത്ര എണ്ണം പോയി എന്ന് കണ്ടുപിടിക്കാം. 9 മൈനസ് 6 ഈക്വൽ ടു 3. ഹൗ മച്ച് മോർ ഈസ് ദ ലാർജർ നമ്പർ ദെൻ ദ സ്മോളർ നമ്പർ? ചെറിയ സംഖ്യയേക്കാൾ എത്ര കൂടുതലാണ് വലിയ സംഖ്യ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തേത് നോക്കൂ, 9ഉം 7ഉമാണ് അല്ലേ. അപ്പോൾ വലിയ സംഖ്യ എന്ന് പറയുന്നത് 9 ആണ്, ചെറുത് 7 ആണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 9 മൈനസ് 7 ഈക്വൽ ടു എത്രയാണ്? 2 ആണ് വരുന്നത്. 9ൽ നിന്ന് 7 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി 2. നെക്സ്റ്റ് 8 മൈനസ് 4. 8ൽ നിന്നും 4 എണ്ണം പോയാൽ എത്രയാണ് വരുന്നത്? 4 ആണ് അല്ലേ. 8 ലാർജും 4 സ്മോളുമാണ്. 4നേക്കാൾ 4 കൂടി കൂടുതലാണ് 8 എന്ന് പറയുന്നത്. നെക്സ്റ്റ് 10ഉം 3ഉമാണ് അല്ലേ. 10 ആണ് ലാർജ്, 3 ആണ് സ്മോൾ. അപ്പോൾ 3നേക്കാൾ എത്ര കൂടുതലായിരിക്കും 10? അതെങ്ങനെ കണ്ടുപിടിക്കും? 10 മൈനസ് 3 ഈക്വൽ ടു 7. 7 കൂടുതലാണ്. അടുത്തത് നോക്കാം, 7 മൈനസ് 6. 7 ആണ് ലാർജ്, 6 സ്മോൾ ആണ്. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. അടുത്തത് 9ഉം 2ഉം ആണ് അല്ലേ. 9 ആണ് ലാർജ്, 2 സ്മോൾ ആണ്. അപ്പോൾ 2വിനേക്കാൾ 7 എണ്ണം കൂടുതലാണ് 9ലുള്ളത്. അടുത്തത് 8ഉം 4ഉം ആണ്. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4 തന്നെയാണ് അല്ലേ. അതായത് 2 4കൾ കൂട്ടിയാലാണ് നമുക്ക് 8 കിട്ടുന്നത് അല്ലേ. ലെറ്റ്സ് മേക്ക് ഇറ്റ് 10. Nia and Neerav are playing a game. The numbers on the cards got must be added. For that, bindis must be pasted in boxes. Cards Nia got 9, 8. നിയയും നീരവും ഒരു ഗെയിം കളിക്കുകയാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ ആ ഒരു സംഖ്യ അവരുടെ ഈ കോളത്തിൽ ബിന്ദീസായിട്ട് പൊട്ടുകളായിട്ട് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നിയയ്ക്ക് കാർഡിൽ കിട്ടിയത് ഏതൊക്കെയാണ്? 9ഉം 8ഉം ആണ്. അപ്പോൾ ആദ്യത്തെ ആ കോളമില്ലേ, അവിടെ 9ഉം അടുത്തതിൽ 8ഉം ഒട്ടിച്ചു വെച്ചു, കണ്ടില്ലേ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ 9 + 8 എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എത്രയാക്കണം? 10 ആക്കണം ആദ്യം. അപ്പോൾ 9ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 10 ആവുക? ഒന്നുകൂടി കൂട്ടിയാലാണ് 10 ആവുക അല്ലേ. അപ്പോൾ 9 + 1. ഇനി 8ൽ ഇനി ബാക്കി എത്രയാണുള്ളത്? 7 ആണുള്ളത്. അപ്പോൾ 9 + 1 + 7. 9 + 1 എത്രയായി? 10 ആയി. ബാക്കി വരുന്ന 7 കൂട്ടുമ്പോൾ 17 ആയി, കണ്ടില്ലേ. അതുപോലെ തന്നെ ബിന്ദീസ് ഒട്ടിച്ച് വെക്കണം. കാർഡ്സ് നീരവ് ഗോട്ട്. നീരവിന് കിട്ടിയത് 8, 6. 8ഉം 6ഉമാണ്. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ 8ഉം രണ്ടാമത്തേതിൽ 6ഉമാണ് ഉള്ളത്, കണ്ടില്ലേ. ഇനി നിയയുടേത് ചെയ്തതുപോലെ തന്നെ നമുക്ക് 8 + 6നെ 10 ആക്കണം. എങ്ങനെയാണ്? 8നെ 10 ആക്കാൻ എത്ര കൂടി വേണം? 9, 10. 2 എണ്ണം വേണം അല്ലേ. അപ്പോൾ നമുക്കത് 6ൽ നിന്ന് എടുക്കാം. അപ്പോൾ 8 + 2. 6ൽ നിന്ന് 2 മൈനസ് ചെയ്തപ്പോൾ എത്രയായി? 4 ആയി. 8 + 2 + 4 അതിന് ഈക്വലാണ് 8 + 2 10. 8ഉം 2ഉം കൂട്ടുമ്പോൾ 10. പിന്നെ 4. 10ഉം 4ഉം 14. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ 10 10 ബിന്ദീസ് ഒട്ടിക്കണം. രണ്ടാമത്തെ ബോക്സിൽ 4 4 ഒട്ടിക്കണം. ഫൈൻഡ് ദ സം ആസ് ഷോൺ. 8 + 4 എന്നുള്ളതിൽ 8 + 4നെ നമ്മൾ ഡിവൈഡ് ചെയ്തു. എത്രയാക്കി? 2 + 2 ആക്കി. എന്നിട്ട് 10 + 2 = 12 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി നോക്കൂ. 7 + 6 ആണ്. 7 + 6നെ ഡിവൈഡ് ചെയ്തപ്പോൾ 3 + 3 എന്ന് കിട്ടി. ടോട്ടൽ ചെയ്തപ്പോൾ 10 + 3 13 എന്ന് കിട്ടി. നെക്സ്റ്റ് 9 + 4 ആണ്. 9 + 1 കൂടി കൂട്ടിയാലാണ് 10 ആവുക. ഇനി 4ൽ ബാക്കി വരുന്നത് 3 ആണ്. അപ്പോൾ 9 + 1 + 3 10 + 3 = 13 എന്ന് കിട്ടി. ഇനി 8 + 7 ആണ് അല്ലേ. 8ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 10 കിട്ടുക? 8 + 2 ആണ് 10. ഇനി 7ൽ നിന്നും 2 പോയി ഇല്ലേ. ബാക്കി എത്രയാണ്? 5 ആണുള്ളത്. അപ്പോൾ 8 + 2 + 5 = 10 + 5.
ഈക്വൽ ടു 15 എന്ന് കിട്ടും. ഇനി 5 + 9 ആണ്. 5ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 10 കിട്ടുക? 5 + 5 10 അല്ലേ? 9ൽ നിന്നാണ് നമ്മൾ ആ 5 എടുത്തത്. അപ്പോൾ 9ൽ ഇനി ബാക്കിയുള്ളത് എത്രയാണ്? 4 ആണ്. അപ്പോൾ 5 + 5 + 4 10 + 4 = 14. ലാസ്റ്റ് 8 + 6 ആണ്. 8ൻ്റെ കൂടെ 2 കൂട്ടിയാലാണ് നമുക്ക് 10 കിട്ടുക. ആ 2 നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? 6ൽ നിന്നല്ലേ? അപ്പോൾ 6ൽ ഇനി ബാക്കിയുള്ളത് 4 ആണ്. അപ്പോൾ 10 + 4 = 14. ഡു ആസ് ഷോൺ തന്നിരിക്കുന്നത് പോലെ ചെയ്യാനാണ്. 7 + 3 7 കൂട്ടണം 3 ആൻസർ വരുന്നത് 10. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ആൻസർ കിട്ടിയ 10ൽ നിന്ന് 3 മൈനസ് ചെയ്യണം, അതുപോലെ തന്നെ 7 മൈനസ് ചെയ്യണം. അപ്പോൾ 10 - 3 = 7. 10 - 7 = 3. കണ്ടില്ലേ? നമ്മൾ ആദ്യം ആഡ് ചെയ്ത ആ ഒരു നമ്പേഴ്സാണ് നമുക്ക് ആൻസറായി കിട്ടുന്നത്. ഇനി ബാക്കിയുള്ളതും കൂടി ചെയ്യാം. 8 + 2 = 10. 8ഉം 2ഉം 10. ഇനി ആ 10ൽ നിന്ന് 8ഉം അതുപോലെ തന്നെ 2ഉം മൈനസ് ചെയ്യണം. 10 - 2 = 8. 10 - 8 = 2. നെക്സ്റ്റ് 6 + 4 6ഉം 4ഉം 10. ഇനി 10 - 4 = 6. 10 - 6 = 4. നെക്സ്റ്റ് 5 + 5 = 10. 5ഉം 5ഉം കൂട്ടുമ്പോൾ 10. ഇനി 10ൽ നിന്ന് 2 5കളും കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 5 എന്ന് ആൻസർ കിട്ടും. 10 - 5 = 5. 10 - 5 = 5. ലാസ്റ്റ് 9 + 1 = 10. ഇനി 10 - 9 = 1. 10 - 1 = 9. അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്ന ആ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അഡീഷൻ ചെയ്ത ആ 2 നമ്പേഴ്സാണ്. ഹൗ മെനി പെൻസ് ഡു ബോത്ത് ഹാവ്? രണ്ടുപേരുടെയും കയ്യിൽ എത്ര പെന്നുണ്ട്? അപ്പോൾ അതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ആ ബെഞ്ചിൽ എത്ര കുട്ടികളാണ് ഇരിക്കുന്നത്? 1 2 3 4 5 6 7 8 9. 9 കുട്ടികളാണ് ആ ബെഞ്ചിലിരിക്കുന്നത്. ഇനി നമുക്ക് അവരുടെ കയ്യിൽ എത്ര പെന്നുണ്ട് എന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. എത്രയാണ്? നിയയുടെ കയ്യിൽ 1 2 3 4 5. നീരവിൻ്റെ കയ്യിലോ 1 2 3 4 5 6 7. 7 പെന്ന് നീരവിൻ്റെ കയ്യിലും 5 പെന്ന് നിയയുടെ കയ്യിലും. അപ്പോൾ ടോട്ടൽ 5 + 7 = 12. 12 പെന്നുകളാണ് അവരുടെ കയ്യിലുള്ളത്. ഹൗ മെനി ചിൽഡ്രൻ ഇൻ ഓൾ ബെഞ്ചസ്? 2 ബെഞ്ചിലും കൂടി നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കി. എത്ര കുട്ടികളാണ്? 9 കുട്ടികളാണ് ഉള്ളത്. നെക്സ്റ്റ് നോക്കൂ. ഇഫ് രാജി ടേക്സ് 3 കപ്സ് ഹൗ മെനി കപ്സ് വിൽ ബി ലെഫ്റ്റ്? ഈ കാണിച്ചിരിക്കുന്ന കപ്പിൽ നിന്നും രാജി 3 എണ്ണം എടുത്തു. ഇനി ബാക്കി എത്ര കപ്സാണ് ഉള്ളത്? എത്ര കപ്സാണ് ഇവിടെ ഇരിക്കുന്നത്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9. എത്ര കപ്പുകളാണുള്ളത്? 9 കപ്പുകളാണ് ഉള്ളത്. അതിൽ നിന്ന് 3 എണ്ണം രാജി മാറ്റി. അപ്പോൾ 9 - 3 എത്രയാണ് ബാക്കി വരുന്നത്? 6. 6 കപ്പുകളാണ് ഇനി ബാക്കിയുള്ളത്. എ ബാസ്ക്കറ്റ് കണ്ടെയ്ൻസ് 9 മാംഗോസ്. സോബി ടുക്ക് 3 മാംഗോസ്. സുനി ടുക്ക് 2 മാംഗോസ്. ഒരു ബാസ്ക്കറ്റിൽ 9 മാങ്ങകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും സോബി 3 എണ്ണവും സുനി 2 എണ്ണവും എടുത്തു. അപ്പോൾ ടോട്ടൽ എത്രയായി? 3 + 2 5 മാംഗോസ് അവരെടുത്തു. ബാക്കി ഇനി എത്രയുണ്ട്? അപ്പോൾ 9 മാങ്ങകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 3 എണ്ണം ആരെടുത്തു? സോബി എടുത്തു. 2 എണ്ണം സുനി എടുത്തു. ബാക്കി ഇനി എത്രയാണുള്ളത്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4. 9 - 5 = 4. 4 മാങ്ങകളാണ് ഇനി ബാക്കിയുള്ളത്. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 36 ആണ്. കംപ്ലീറ്റ് ദ പിക്ചർ ബൈ റൈറ്റിംഗ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. ഒരു പോട്ട് തന്നിരിക്കുന്നു. അതിൽ കുറച്ച് ഫ്ലവേഴ്സും ഉണ്ട് അല്ലേ? മിസ്സായിട്ടുള്ള നമ്പേഴ്സ് അതിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് നോക്കൂ. 2 സബ്ട്രാക്റ്റഡ് ഫ്രം 10. 10ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ്? 8 കിട്ടും. 7 ആഡഡ് ടു 6. 7ൻ്റെ കൂടെ 6 ആഡ് ചെയ്താൽ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 13. പിന്നെയോ 15 ആൻസർ തന്നിട്ടുണ്ട് ഫ്ലവറിൽ. 9 + 6 15 കിട്ടും.
പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നു 10ഉം 12ഉം തന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ കിട്ടും? 10 സബ്ട്രാക്റ്റഡ് ഫ്രം 20, 20ൽ നിന്ന് 10 പോയാൽ 10 ആണ് ആൻസർ. അതുപോലെ തന്നെ 6 + 6 = 12 എന്ന് ആൻസർ കിട്ടും. ഇതുപോലെ അത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 7 ആഡഡ് ടു 5, 5നോട് 7 കൂട്ടിയത്, 5 ലെസ് ദാൻ 20, 20ൽ നിന്ന് 5 കുറഞ്ഞത്, 9 ലെസ് ദാൻ 19, 19ൽ നിന്ന് 9 കുറഞ്ഞത്, 3 ആഡഡ് ടു 17, 17ൻ്റെ കൂടെ 3 ആഡ് ചെയ്തത്, 8 ആഡഡ് ടു 12, 12നോട് 8 കൂട്ടിയത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം 7 ആഡഡ് ടു 5, 7 + 5 എന്നാണ് മീനിങ് വരുന്നത്. എത്രയാണ്? 12 ആണ് ആൻസർ. അടുത്തത് 5 ലെസ് ദാൻ 20, 20ൽ നിന്ന് 5 കുറവ്, എത്രയാണ്? 20 - 5, 15. അടുത്തത് 9 ലെസ് ദാൻ 19, 19ൽ നിന്ന് 9 കുറവുള്ളത്, 19 - 9 = 10. 3 ആഡഡ് ടു 17, 17നോട് 3 കൂട്ടിയത്, എത്രയാണ് വരുന്നത്? 20. നെക്സ്റ്റ് 8 ആഡഡ് ടു 12, 12നോട് 8 കൂട്ടിയത്, എത്രയാണ് ആൻസർ? 20. വർക്ക്ഷീറ്റ് 47, 47ാമത്തെ വർക്ക്ഷീറ്റാണ്. ഗിവ് കളേഴ്സ് ഇൻ ഡിഫറെൻറ്റ് വേസ് അക്കോർഡിംഗ് ടു ദ നമ്പേഴ്സ് ഗിവൺ. തന്നിരിക്കുന്ന ആ നമ്പറിനനുസരിച്ച് ഈ ബോക്സുകളും നിറം കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ കൊടുക്കാം. അപ്പോൾ ആദ്യത്തേത് നോക്കൂ, കളേർഡ്. ആദ്യത്തെ ആ ലൈനിൽ 8 ബോക്സസിന് കളർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേതിലോ 6 ബോക്സസിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. 8 + 6 = 14. ടോട്ടൽ 14 ബോക്സസിന് അവർ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, 14. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലൈനിൽ 10 ബോക്സസിനും കളർ കൊടുക്കാം. രണ്ടാമത്തെ ലൈനിലോ 4 ബോക്സസിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 + 4 = 14. ആദ്യത്തെ 10 കള്ളികൾക്കും പിന്നെ താഴെയുള്ള 4 കള്ളികൾക്കും നമ്മൾ കളർ കൊടുത്തു. അപ്പോൾ 10 കൂട്ടണം 4, 14. ഇനി ഇതുപോലെ തന്നെ 15 നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തേതിൽ 10 + 5 ആണ്. ആദ്യത്തെ ലൈനിലുള്ള 10 ബോക്സസിനും രണ്ടാമത്തേതിൽ 5 ബോക്സസിനുമാണ് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 + 5 = 15. 10ഉം 5ഉം 15. ഇനി വേറൊരു രൂപത്തിൽ ചെയ്തിരിക്കുന്നത് നോക്കൂ, 8 + 7. ആദ്യത്തേതിൽ 8ഉം രണ്ടാമത്തേതിൽ 7ഉം ആഡ് ചെയ്യുമ്പോൾ 15. നെക്സ്റ്റ് ചെയ്യേണ്ടത് 12 ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തേതിൽ 10 + 2 = 12. 10ഉം 2ഉം കൂട്ടിയപ്പോൾ 12 കിട്ടി. രണ്ടാമത്തേതിൽ 6 + 6 = 12. 6ഉം 6ഉം 12. ഇനി ലാസ്റ്റ് 16 ആണ് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ആദ്യത്തേത് 10 + 6 ആണ്. ആദ്യത്തെ ലൈനിൽ 10 ബോക്സസിനും രണ്ടാമത്തേതിൽ 6 ബോക്സസിനും കളർ കൊടുത്തു. അപ്പോൾ 10 + 6 16. ഇനി രണ്ടാമത്തെ വഴി നോക്കൂ, എങ്ങനെയാണ്? 8 + 8. ആദ്യത്തേതിൽ 8 ബോക്സസിനും രണ്ടാമത്തേതിൽ 8 ബോക്സസിനും ടോട്ടൽ 16. 8ഉം 8ഉം കൂട്ടുമ്പോൾ നമുക്ക് 16 കിട്ടും. അതുപോലെ തന്നെ 10ഉം 6ഉം കൂട്ടുമ്പോഴും 16 കിട്ടും. ഈ ചെയ്തിരിക്കുന്നതല്ലാതെ നിങ്ങൾക്കും മറ്റു രീതിയിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, കംപ്ലീറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക് വർക്ക്ഷീറ്റ്സ് ആൻഡ് സ്റ്റഡി വെൽ. See you in next class. Thank you.